വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ് ചെയ്യുന്നത്. ഫ്രൂട്ട് മാത്രമല്ല, ഞാനിതിലൊരു സ്പെഷ്യലായിട്ടൊരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് എല്ലാവരും ചെയ്തിനോന്ന് അറിയില്ല. എന്തായാലും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈസി കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാല് ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ 2 കപ്പ് പാല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു കസ്റ്റാർഡിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡറാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഞാൻ മുമ്പ് 2-3 റെസിപ്പി കസ്റ്റാർഡ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട്, ഇതെന്താ ഈ കസ്റ്റാർഡ് എന്ന്. ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു വീഡിയോയിലറ്റം. അതിൻ്റെ ടിന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലും ബേക്കറികളിലൊക്കെ കിട്ടാനുണ്ട് ഈ സാധനം. പല ബ്രാൻഡ്സും നമുക്ക് കിട്ടാനുണ്ട്. എനിക്കറിയുന്നത് ഒരു ബേക്കേഴ്സ് എന്നുള്ള ബ്രാൻഡ് നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാലുണ്ടല്ലോ, അതിൽ നിന്നൊരു 3-4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പാല് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈവിടാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കസ്റ്റാർഡ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം, അല്ലെങ്കിൽ ഇതിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. പിന്നെ നമ്മുടെ വയറിന് മോശമാണ്. നന്നായിട്ട് തന്നെ ഒന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇത് കുക്കായി തുടങ്ങുമ്പം ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായി കണ്ടാൽ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിടരുത്. നന്നായിട്ട് തന്നെ കട്ടിയായി കിട്ടുകയും ചെയ്യണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത് തണുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നന്നായിട്ടൊരു 1-2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഞാൻ പഞ്ചസാരയല്ല മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നത്, മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഒരു 1/2 ടീൻ മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ മിൽക്ക് മെയ്ഡും പിന്നെ കസ്റ്റാർഡിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മിക്സി അടച്ച് വെച്ചിട്ട് അങ്ങ് അടിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സാണ് റെഡിയാക്കി എടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. വാട്ടർമെലൺ എടുക്കരുത്, ഒരുപാട് വെള്ളം കയറിപ്പോവും. ഞാനിപ്പം കുറച്ച് അനാറിൻ്റെ സീഡും പിന്നെ ഒരു മാംഗോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കടിക്കാൻ കിട്ടണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ ഒരു സാധനമാണ് ചേർക്കേണ്ടത്, മാക്രോണി. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പോളം മാക്രോണി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. വേവിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചേർക്കുമ്പോൾ കുറച്ച് വലുതായി പോവും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മാക്രോണിക്ക് പകരം നിങ്ങൾക്ക് പാസ്തയില്ലേ, വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, അത് വേണമെങ്കിൽ ഇതുപോലെ വേവിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലുള്ള മാക്രോണിയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചില്ലേ കസ്റ്റാർഡിൻ്റെ കൂട്ട്, അതൊഴിച്ചു കൊടുക്കുക. അപ്പോൾ മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ഉണ്ടാവും. ഞാൻ ഈ ഫോട്ടോന് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറുത്ത മുന്തിരി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും. അപ്പോൾ ഏത് നട്ട്സോ ഫ്രൂട്ട്സോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്